വയനാട് തലപ്പുഴയിലെ കടുവയെ കണ്ടതിന് പിന്നാലെ സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ വനപാലക സംഘം സ്ഥലത്ത് തെരച്ചിൽ നടത്തും. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വളരെയധികം ഭീതിജനകമായ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ. കാരണം കടുവ സാന്നിധ്യമുള്ളതിന് പിന്നാലെ ജനങ്ങൾ ഓരോ നിമിഷവും ഭയത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നറിയാൻ സാധിക്കുന്നുണ്ട്. നാളെ വനപാലക സംഘം തെരച്ചിൽ ആരംഭിക്കും അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഈ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത്. അതേ തുടർന്നാണ് ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പടക്കം ഈ പ്രദേശത്താകെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് നാട്ടുകാരുടെ വലിയ ഒരു പ്രതിഷേധമൊക്കെ അരങ്ങേറി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ക്യാമറകൾ വെക്കുകയും ഈ ക്യാമറയിൽ ഇത്തരത്തിൽ ഈ കടുവയുടെ ഒരു ദൃശ്യം കാണുകയും ചെയ്തത്. ഇതിനു മുൻപ് തന്നെ തലപ്പുഴ ഗോദാവരി കോളനിക്കടുത്ത കടുവയെ കണ്ടിരുന്നു. അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് തലപ്പുഴ ടൗൺ ആണ്. അതുപോലെ തന്നെ തലപ്പുഴ ടൗണ്, തലപ്പുഴ 44, 43 എന്ന് തുടങ്ങിയ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കമ്പിപ്പോലം, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും നാളെ തെരച്ചിൽ നടത്തുക. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏവരും ജാഗ്രത പാലിക്കണമെന്നും വീടിന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള കർശന നിർദ്ദേശം DFO നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി DFO ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ കടുവയെ കണ്ട സ്ഥലം ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തായതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിന് ഇനി ഒരാഴ്ചത്തോളം ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക, ഓൺലൈൻ ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാഴ്ചക്കാലം ഇത്തരത്തിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഇവിടെയുള്ള കുട്ടികളോട്, ഇവിടെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളോട് തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് മാറുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹോസ്റ്റലിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് താമസിക്കുന്നവരടക്കം വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ വനപാലകർ നടത്തിയിരുന്നു. ഇത്തരത്തിൽ നാളെ കാടടച്ചുള്ള ഒരു പരിശോധന അടക്കം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് RRT സംഘങ്ങളടക്കം ആ സ്ഥലത്തെത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പരിശോധന പ്രദേശത്തുണ്ടാവുകയും ചെയ്യും. ദേവിക. ശരി.